നഗരസഭ എന്ന നിലയിൽ തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് കലാരംഗത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള സമഗ്രം നൂതനം വിദ്യാഭ്യാസം എന്നൊരു പദ്ധതി അതിൽ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറയുന്നൊരു കാര്യമാണ്. ആ പദ്ധതിയാണ് നാം ഇതുവരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പദ്ധതി എന്നുള്ളതാണ്. 10ഓളം കലാമേഖലയിൽ കുട്ടികളെ കഴിവ് കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനത്തിൽ നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഭരണസമിതിയും കൈകോർത്തപ്പോൾ അതിലൊരുപാട് കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം, ആ പദ്ധതി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് നാം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായി, നമ്മുടെ കുട്ടികൾക്ക് അത് ഉപകാരപ്രദമായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പോരായ്മകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു പോരായ്മകളും ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ കാണുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും, നമ്മുടെ അധ്യാപകരെല്ലാവരും തന്നെ അതിനാവശ്യമായിട്ട് സംവിധാനങ്ങൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏതൊരു കലാമേളയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ കുട്ടികളെ തൃപ്തിയോടുകൂടി മടക്കി അയക്കണം. ഈ കലോത്സവം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ ആവശ്യമായിട്ട് സംവിധാനത്തിനാണ് ഇവിടെ രൂപം നൽകിയിട്ടുള്ളത്. അതിനെല്ലാവരെയും സഹകരണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ MLA ലിൻഡോ ജോസഫ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ 4 വർഷം കൊണ്ട് വികസന വിപ്ലവം തീർത്ത ജനകീയ MLA ശ്രീ ലിൻഡോ ജോസഫ് MLA 20ാമത് മുക്കം സബ് ജില്ലാ സ്കൂൾ കലോത്സവം നിനാദം 2025 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ മുക്കം ഉപജില്ല 20ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, മുക്കം നഗരസഭയുടെ ബഹുമാനായ ചെയർമാൻ ശ്രീ PT ബാബു അവർകൾ, വേദിയിലുള്ള പ്രിയപ്പെട്ട മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധികൾ, മുക്കം AEO, മറ്റ് വേദിയിലുള്ള അധ്യാപകർ, പ്രധാനാധ്യാപകർ, സ്നേഹം നിറഞ്ഞ കൗൺസിലർമാർ, വിവിധ സ്കൂളുകളിൽ നിന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ അധ്യാപകർ, ഏറ്റവും സ്നേഹം നിറഞ്ഞവർ. നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇത്തരം കലോത്സവങ്ങൾ ഏറ്റവും മനോഹരമായി ചിട്ടയോടുകൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം തന്നെയാണ് രാജ്യത്തെയും ഒരുപക്ഷെ ലോകത്തെയും തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവം എന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയും. 10,000-കണക്കിന് കുട്ടികൾ അവരുടെ കലാപ്രകടനങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിക്കാനുള്ളൊരവസരം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ലഭ്യമാവുകയാണ്. ഏറ്റവും ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് പുറമെ അക്കാദമികേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെയും ശേഷിയുമെല്ലാം പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും കാണുന്നത്. ഇന്നിപ്പോൾ പത്രത്തിലൂടെ വരുന്ന വാർത്ത, സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പോയിന്റ് പട്ടികയിൽ നമ്മുടെ മുക്കം ഉപജില്ലയ്ക്ക് കീഴിലെ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള മനോഹരമായ വാർത്തയാണ് ഇന്നത്തെ രാവിലത്തെ പത്രത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സ്വാഭാവികമായും ശാസ്ത്രമേളയിലും കായികമേളയിലും കലാമേളയിലുമെല്ലാം നമ്മുടെ കുട്ടികൾ മികവുറ്റ പ്രകടനങ്ങൾ നടത്തുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ ആവർത്തിച്ച് പറയാനുള്ളത്, പൊതുവിദ്യാലയത്തിൻ്റെ വലിയ പ്രത്യേകതകളെയാണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത്. പൊതുവിദ്യാലയത്തിന് മാത്രം സാധ്യമാവുന്ന ചില പ്രകടനങ്ങളാണ് ഇതെല്ലാം എന്ന് നമുക്ക് പറയേണ്ടി വരും.
അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് നാം പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെയും എല്ലാ കഴിവുകളെയും ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലത്തെ പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തകളൊന്ന്, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ റെക്കോർഡിട്ട കുട്ടിക്ക് സ്വന്തമായി വീടില്ല എന്നൊരു വാർത്ത നിങ്ങൾ കേട്ട് കാണും. ഇന്ന് രാവിലത്തെ ദൃശ്യമാധ്യമങ്ങൾ വെച്ച് നോക്കിയാൽ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നത് ഒരുപാട് സന്മനസ്സുള്ളവർ ആ കുട്ടിക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരു മത്സരത്തിൽ അത്രമാത്രം ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ഒരു കുട്ടിക്ക് 1ാം സ്ഥാനം നേടാൻ കഴിയുന്നുവെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രം സാധ്യമാവുന്ന ഒന്നായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും. പൊതുവിദ്യാലയത്തിൻ്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കേണ്ടുന്നതാണ്. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരാണ്. ദിവസവേതനക്കാരനായ രക്ഷിതാവിൻ്റെ മകനായിരിക്കാം, ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായിരിക്കാം, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ അധ്യാപകരുടേതായിരിക്കാം, ഒരു സർക്കാർ ജീവനക്കാരൻ്റേതായിരിക്കാം, ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ മക്കളായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രവാസിയുടെ മക്കളായിരിക്കാം. ഇങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള കുട്ടികൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പൊതുവിദ്യാലയത്തിന് മാത്രം സാധ്യമാവുന്ന കാര്യവുമാണ്. ഇവിടെ വ്യത്യസ്ത മതവിശ്വാസത്തിൽപ്പെടുന്ന ആളുകൾ ഇന്നത്തെ ഈ കലാമേളയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. അവരുടെ മത്സരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ, ഏറ്റവും മനോഹരമായ നിലയിൽ അവതരിപ്പിക്കുന്നു. മതേതര മുഖം നമുക്ക് ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നു. ഇത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ മാത്രം സാധ്യമാവുന്ന ഒന്നാണ്. ഇപ്പോൾ അപരവിദ്വേഷം എന്നത് വർദ്ധിച്ചു വരുന്ന ഈ കേരളത്തിൽ അപരവിദ്വേഷങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് പരസ്പര സ്നേഹത്തിൻ്റെ, മനുഷ്യർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കലോത്സവമായി നമ്മുടെ കുട്ടികളുടെ കലോത്സവത്തെ മാറ്റാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ചില വാർത്തകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ കേരളത്തിലാണോ നടക്കുന്നത്, ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിലാണോ എന്ന് പോലും ചിന്തിക്കുന്ന നിലയിലേക്ക് ഈ അടുത്ത കാലത്തായി വരുന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. അവരുടെ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും മാനവിക മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കരുത്തു പകരുന്ന നിലയിൽ നമ്മുടെ കലോത്സവങ്ങളെ മാറ്റി തീർക്കാൻ വേണ്ടി കഴിയുമ്പോഴാണ് കലോത്സവം ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉതകുന്ന നിലയിൽ ഒരു വലിയ കലോത്സവ മാമാങ്കമായി നിനാദം മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവം മാറട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ മരക്കാർ മാഷയുടെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഈ വിദ്യാലയ മുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും ചിന്തകളുമെല്ലാം നിറഞ്ഞു നിന്ന മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ ഈ വിദ്യാഭ്യാസ തിരുമുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെയും സമ്മതത്തോടെയും മുക്കം ഉപജില്ല നിതാദം സ്കൂൾ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ. അനാഥ അഗതി സംരക്ഷണത്തിന്റെ മികച്ച മാതൃക തീർത്ത് 2 തവണ ദേശീയ പുരസ്കാരം നേടിയ മുക്കം മുസ്ലിം ഓർഫനേജിന്റെ ആദരണീയനായ സെക്രട്ടറിയും ഈ സ്കൂളിന്റെ മാനേജറുമായ VE മോയി ഹാജി ആയിരുന്നു ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി വരേണ്ടത്. അനാരോഗ്യം മൂലം അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി മുക്കം മുസ്ലിം ഓർഫനേജിന്റെ ട്രഷറർ ആദരണീയായ V മോയി ഹാജിയെ ആദരപൂർവ്വം ആശംസ അറിയിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ MLA, ബഹുമാനപ്പെട്ട നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, ഇവരെ രണ്ടാളെയും ഞാൻ പേരെടുത്ത് പറഞ്ഞത്
നമ്മളെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയമുണ്ടെങ്കിലും എവിടെ ക്ഷണിച്ചാലും അവർ രണ്ടുപേരും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു ആളുകളാണ് ഈ സ്ഥാപനത്തിൽ എപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവരാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും MLA ആയതിനു ശേഷം നമ്മളെ ലിൻഡോ ജോസഫ് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് വളരെ ധൈര്യപൂർവം വളരെ സ്നേഹപൂർവം അറിയിക്കുകയാണ്. എപ്പോഴും എന്ത് വിഷയത്തിന് ചോദിച്ചാലും ഓർഫനേജിൻ്റെ എന്ത് വിഷയമുണ്ടെങ്കിലും MLA മുൻകൈ എടുത്തുകൊണ്ട് നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. വീണ്ടും ആ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ രണ്ടാമതായി പറയാനുള്ളത് മരക്കാർ മാസ്റ്റർ വിനിയോഗമാണ്. എൻ്റെ പെങ്ങളെ ഭർത്താവും കൂടിയാണ്. പെട്ടെന്നാണ് ഷോക്ക് വന്നത്. ഉടനെ ബേബി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 2-3 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കടത്തി. അത് കഴിഞ്ഞ് പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ മരണമാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവികമായ വിധി എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. അതിന് നമുക്കെല്ലാവർക്കും കൂടിയ എല്ലാവർക്കും അതിൽ വേദനയുണ്ട്. ആ വേദന നമ്മളെല്ലാവരും പങ്കുവെക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. കുട്ടികളെ കലോത്സവമാണ്. കുട്ടികളെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കലകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണിത്. പിന്നെ പറയാനുള്ളത് നമ്മളെ അനൂപ് മാസ്റ്ററാണ്. അനൂപ് മാസ്റ്റർ ഈ പരിപാടി ഏറ്റെടുത്താന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെയിറ്റ് ഒന്ന് തൂക്കി നോക്കണം, ഇത് കഴിഞ്ഞിട്ടൊന്ന് തൂക്കി നോക്കണം. അപ്പോൾ എന്തായാലും വെയിറ്റ് കുറയുന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അത്രയും അധ്വാനിച്ച് ഓടി നടക്കുകയാണ്. മൊയ്യാക്ക് എന്താവും എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും ആവില്ല, നിങ്ങളെ കിലോ ലേശം കുറയുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ്. ഏതായാലും ഈ പരിപാടിക്ക് വലിയ ജനപിന്തുണ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ചടുലമായി ഈ കലോത്സവത്തിന് നേതൃത്വം നൽകുന്ന മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ദീപ്തി ടിയെ ആമുഖ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നിനാദം 2025 ഉദ്ഘാടന വേളയിലെ അധ്യക്ഷൻ ശ്രീ പി ടി ബാബു അവർകൾ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫ് അവർകൾ, മോയ് ഹാജി, ബാക്കി വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരക്കാറാജിയുടെ മുഖം തന്നെയാണ്. പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന ഈ ഒരു കലാലയത്തിൽ ഈ വേദി ഒരുക്കി തന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു. 2005 മുക്കം ഉപജില്ല രൂപീകരിച്ച ആ വർഷമാണ് മണാശ്ശേരി ഹൈസ്കൂളിൽ കലോത്സവം വന്നത്. വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലാലയത്തിലേക്ക് കലോത്സവം എത്തി നിൽക്കുന്നത്. ലഹരിയിലും മൊബൈലിലും അഭയം കണ്ടെത്തുന്ന ജൻസിക്കാരെ കലയിലേക്കും മനുഷ്യ മൂല്യങ്ങളിലേക്കും നടത്തിക്കാൻ ഇത്തരം കലോത്സവങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതേപോലെ അന്യം നിന്നു പോകുന്ന പല കലകളും ഇപ്പോഴും നിലനിൽക്കുന്നത് കലോത്സവം കൂടി മാത്രമാണ്. സൗഹൃദങ്ങൾക്ക് പുതിയ മാനം നൽകുന്നതിനും പകയുടെ പുക നിറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ നിർമ്മലം ആക്കുവാനും കലോത്സവങ്ങൾക്ക് കഴിയട്ടെ എന്നാഗ്രഹിക്കാം. മുക്കം ഉപജില്ലയുടെ കലോത്സവ പങ്കാളിത്തം കൊണ്ട് ജില്ലാ കലോത്സവത്തിനേക്കാൾ അപ്പുറമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ജില്ലയിൽ 17 സബ് ജില്ലകളാണ് മാറ്റുരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ 19 ഹൈസ്കൂളുകളാണ് മാറ്റുരയ്ക്കുന്നത്. ജില്ലയിൽ പങ്കെടുക്കുന്ന കുട്ടികളെക്കാൾ അധികം കുട്ടികൾ ഇവിടെ ഏകദേശം 10,000-ഓളം കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കാറുള്ളത്. 4 ദിവസമായി 12 വേദികളിൽ നമ്മുടെ പരിപാടി പുരോഗമിക്കുകയാണ്.
മെനിഞ്ഞാന്ന് ഓഫ് സ്റ്റേജ് ഇനങ്ങളും കുറച്ച് സ്റ്റേജ് ഇനങ്ങളും നടത്തി കഴിഞ്ഞു. ഇനിയും നാളെയും മറ്റന്നാളും നമ്മളുടെ എല്ലാ പരിപാടികളും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് കലോത്സവ കൺവീനർമാരോടാണ്. കൃത്യമായിട്ട് സ്കൂളിലെ കുട്ടികളെ കൃത്യസമയത്ത് എത്തിക്കുവാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും വൈകി എത്തുന്ന ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളുടെ പരിപാടി നീട്ടിവെക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് സങ്കടത്തോടെയാണെങ്കിലും ആ കുട്ടിയുടെ അവസരം നിഷേധിക്കേണ്ടി വരും എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്നതിനാൽ ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തേണ്ട വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അസീസ് ടി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആശംസ പ്രത്യേകം അറിയിക്കുന്നു. മുക്കം നഗരസഭ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ബിജ്ന മോഹനെ ആശംസ അറിയിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ PT ബാബു മുക്കം നഗരസഭ ചെയർമാൻ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള MLA ശ്രീ ലിൻഡോ ജോസഫ്, മുക്കം AEO, മറ്റ് വേദിന് സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ മണാശ്ശേരിയിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ പരിപാടി അവതരിപ്പിക്കാനായിട്ട് എത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അറിയിക്കട്ടെ. അവരുടെ സാഹിത്യപരമായിട്ടും കലാപരമായിട്ടുള്ള കഴിവുകൾ ഇത്തരം വേദികളിൽ പ്രകടിപ്പിക്കാനും അതിലൂടെ ഒരുപാട് നല്ല നല്ല കലാപ്രതിഭകളെ വളർത്തിയെടുക്കാനും ഈ ഒരു കലോത്സവ വേദികൾ ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോഴിക്കോട് ADM ശ്രീമതി അപർണ, കുന്നമംഗലം BPC ശ്രീ മുഹമ്മദ് റാഫി,